ഹായ്, ഞാൻ ഷെറിൻ ഡേവിസ്. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കും. ആ രീതികൾ ഇന്നും ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. പറ്റിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്, ഇൻവെസ്റ്റേഴ്സ്. അതിനുള്ള ചില മുൻകരുതലുകളാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് ഫേക്കായിട്ടുള്ള മൊബൈൽ ആപ്പ് വഴിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കപ്പെടാനുള്ള സാഹചര്യം വന്നാൽ നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. മിക്കവാറും ആദ്യം തന്നെ പണം ട്രാൻസ്ഫർ ചെയ്യാനായിരിക്കും അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യം പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കരുത്. അപ്പം ഇനി ഷെയർ മാർക്കറ്റിൽ നമുക്ക് ഷെയർ മേടിക്കാൻ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും അവിടെ. അതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവൂ. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങൾ ഷെയർ മേടിക്കുന്ന ആ അക്കൗണ്ടിൽ അത് നമുക്ക് കാണാനും പറ്റും. ഇനി ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം. നിലവിലുള്ളൊരു ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു SB അക്കൗണ്ടോ ഒരു കറണ്ട് അക്കൗണ്ടോ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ഷെയർ മേടിക്കാനായിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ടും നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിൻ്റെ നമ്പർ കിട്ടും. അക്കൗണ്ട് നമ്പറിൽ വെച്ച് നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാം. എന്നിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലെ ലിങ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ നെഫ്റ്റ് ആയിട്ടോ ആ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ വിൻഡോയിൽ മാർജിൻ എന്ന് പറഞ്ഞൊരു ഹെഡിലായിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത ആ എമൗണ്ട് നിങ്ങൾക്ക് കാണാനും പറ്റും. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ടും എന്താണ് ഡിമാറ്റ് അക്കൗണ്ടും? അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്നത് നിങ്ങൾക്ക് ഷെയർ വാങ്ങലും വിൽക്കലും അത് നടത്താനും പിന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിമാറ്റ് അക്കൗണ്ട് എന്നത് നിങ്ങൾ വാങ്ങിയ ഷെയർ ഇലക്ട്രോണിക്കലി ഡിമെറ്റീരിയൽ ഫോമിൽ സൂക്ഷിക്കാനുള്ള ഒരു അക്കൗണ്ടാണ്. ഈ ഡിമാറ്റ് അക്കൗണ്ട് കൺട്രോൾ ചെയ്യുന്നത് സെബിയുടെ മോണിറ്ററിങ്ങിലുള്ള CSDL, NSDL എന്ന സ്ഥാപനങ്ങളാണ്. ഇനി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബ്രോക്കർ രജിസ്റ്റേർഡ് ആണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അതിനുള്ള കാര്യം നിങ്ങൾക്ക് സ്വയം സെബി എന്ന സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റേർഡ് ബ്രോക്കർ ഇൻ ഇക്വിറ്റി എന്ന പേരിൽ പോയിട്ട് നിങ്ങൾക്ക് ആ പേര് അത് രജിസ്റ്റേർഡ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സെബി എന്നാൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നും, അതായത് ബാങ്കിങ് സ്ഥാപനങ്ങളെ RBI കൺട്രോൾ ചെയ്യുന്നത് പോലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ് സെബി എന്ന് പറയുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിലുള്ള ഒരു സ്ഥാപനമാണ്. രജിസ്റ്റേർഡ് ബ്രോക്കറാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അക്കൗണ്ട് ഓപ്പണിംഗ് നിങ്ങൾ തന്നെ ബ്രോക്കറിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല, മറ്റൊരാളുടെ സഹായത്താലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ പ്രോസസ്സിൻ്റെ അവസാനം നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് നമ്പറും നിങ്ങൾക്ക് ലഭിക്കും. അത് 16 ഡിജിറ്റ് ഉള്ള ഒരു യുണീക്ക് അക്കൗണ്ട് നമ്പർ ആയിരിക്കും. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ബ്രോക്കറിൻ്റെ ട്രേഡിംഗ് ടെർമിനലിൽ ലോഗിൻ ചെയ്യുകയും NSDLൻ്റെയും CSDLൻ്റെയും ഓൺലൈൻ ഫെസിലിറ്റി ഉപയോഗിച്ച് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് വെരിഫൈ ഇതും ചെയ്യാവുന്നതാണ്. ഇത്രയും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവൂ. ഓർക്കുക, ഒരു ബ്രോക്കറും അവരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഏതെങ്കിലും അക്കൗണ്ടുകളിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരിക്കലും പറയില്ല, അല്ലെങ്കിൽ അത് അനുവദിക്കില്ല, അതിന് സാധിക്കുകയുമില്ല. അതുപോലെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നതിനോ വിഡ്രോ ചെയ്യുന്നതിനോ നിങ്ങൾ നേരത്തെ ലിങ്ക് ചെയ്ത നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങളെ അതിൽ ഏറ്റവും വലിയ രീതിയിൽ കബളിപ്പിക്കുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് ഹയർ ആയിട്ടുള്ള റിട്ടേൺസ്, കൂടുതൽ റിട്ടേൺ ഗ്യാരണ്ടീഡ് ആണെന്ന് പറഞ്ഞ് ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പണം അപഹരിക്കുന്ന ഒരു രീതിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്ന വിഭാഗത്തിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻകം തരാൻ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുടെ FD, ബോണ്ടുകൾ, ഡിബഞ്ചേഴ്സ് എന്നിവയാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 6% അല്ലെങ്കിൽ ഒരു 9% വരെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്. പക്ഷേ ഇവയൊന്നും ഈ ഫിക്സ്ഡ് ഇൻകം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതല്ല. കാരണം ഇതിൽ നിന്നും കൃത്യമായിട്ടൊരു ഇൻകം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ പെർഫോമൻസ് ആണ്, അതായത് പാസ്റ്റ് പെർഫോമൻസ്.
അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും ഫിക്സഡ് ഇൻകം റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ, അതായത് 15 20 അല്ലെങ്കിൽ കൂടുതലോ ശതമാനം എല്ലാ വർഷവും കൃത്യമായിട്ട് ഗ്യാരണ്ടീഡായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അവർ തരുന്നതെന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ അതോ മറ്റേതെങ്കിലും രീതിയിലാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് അതിൻ്റെ സാധ്യത ഉറപ്പുവരുത്തുക. കാരണം അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി മാത്രമേ നമ്മളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവൂ. കാരണം നിയമപ്രകാരം ബാങ്കുകൾക്കും കമ്പനികൾക്കും അതുപോലെ RBI സെബി റെഗുലേറ്റർ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കും മാത്രമേ നിക്ഷേപം സ്വീകരിക്കാനും ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്യാനും പാടുള്ളൂ. അത് ഒരിക്കലും 15% 20% ഒന്നും വരാൻ അത് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പണം നിങ്ങളിൽ നിന്നും വാങ്ങുന്ന ആൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവിടെ അയാൾക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടുമോ എന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. കാരണം നിങ്ങൾ അങ്ങനെ അന്വേഷിക്കാത്തത് ആണ് അയാളുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളെ പറ്റിക്കാൻ നിങ്ങൾ കൊടുക്കുന്ന ഒരു അവസരമാണ്. നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാൻ നിങ്ങൾ തന്നെ അവസരം കൊടുക്കണോ? ചിന്തിക്കുക. പണം നഷ്ടപ്പെട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലൂസർ ആകണോ അതോ വിന്നർ ആകണോ? ബിക്കോസ് വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.